ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എസ്തപ്പാൻ്റെ വിരട്ടിലിൽ ശരിക്കും പേടി പിടിച്ചു പോവുകയാണ് അരുന്ധതിക്ക്. ഇനി ഋഷിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് ഏത് വിധേനയും നന്ദനെ കണ്ടെത്താനായിട്ട് അരുന്ധതി ഇറങ്ങി പുറപ്പെടും. അതിപ്പോൾ അവരുടേതുകൂടി ഒരാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ദേവികയുടെ പ്ലാൻ 101% തന്നെ സക്സസ് ആവുന്നു. മാത്രമല്ല കെവിന് ദേവികയുടെ അനിയത്തി ശാരിക വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് അയാളെ വെറുതെ വിട്ടതെന്ന് എസ്തപ്പാൻ പറയുന്നതോടുകൂടി തന്നെ ഇസബെല്ലയും കെവിനും എല്ലാവരും ചേർന്ന് തന്നെ ചീറ്റ് ചെയ്തതാണ് എന്ന് തന്നെ അരുന്ധതി ഉറച്ചു വിശ്വസിക്കുന്നു. ശേഷം അരുന്ധതി കെവിനെയും ഇസബെല്ലയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കെവിന് വിവാഹ മംഗളാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ കെവിനാണെങ്കിൽ എന്തിനാ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പക്ഷേ ഞാനെല്ലാം അറിഞ്ഞു. എന്നെയും ഋഷിയെയും പറ്റിക്കാനായിരുന്നു ഇവൻ ചന്ദ്രോത്തുകാരോട് ശത്രുത അഭിനയിക്കുകയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ, അല്ല ആൻറ്റി പറയുന്നുണ്ട് കെവിൻ, നീ ശാരികയുമായിട്ട് വളരെ കാലമായിട്ട് അടുപ്പത്തിലല്ലേ? നന്ദനോടും ദേവികയോടും ഒക്കെ കാണിച്ച എതിർപ്പും ദേഷ്യവുമൊക്കെ എന്നെ പറ്റിക്കാനുള്ള അടവുകളായിരുന്നു എന്നെല്ലാം അരുന്ധതി ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ലെന്നും ശാരികയുമായിട്ട് ഈ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടതും അടുപ്പത്തിലായതും എന്നെല്ലാം ഇസബെല്ലയും കെവിനും പറയുന്നുണ്ടെങ്കിലും അരുന്ധതി അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നെ ചതിച്ചതിന് ഞാൻ പകരം ചോദിക്കുമെന്നും എല്ലാത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഒരു താക്കീത് അരുന്ധതി നൽകുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുന്നു. കെവിനോടും ഇസബെല്ലയോടും അരുന്ധതിയോടൊക്കെ പ്രതികാരം തീർക്കാൻ എസ്തപ്പാനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലാതെ നന്ദനെ കണ്ടെത്താനായിട്ട് ആർക്കും ഒരു താല്പര്യവും ഇല്ല എന്നെല്ലാം ആരോപണം ഉന്നയിക്കുന്ന പ്രഭാവതിയോട് ഋഷി മരിച്ചെന്ന് വിശ്വസിപ്പിച്ച് നമ്മുടെയൊക്കെ ജീവിതം തകർക്കാൻ നോക്കിയ അവർക്ക് തിരിച്ചടി കൊടുക്കണ്ടേ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവിക. പിന്നീട് ദേവികയെ മോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും താൻ വില കുറച്ച് കാണരുത് എന്നും ഇപ്പോൾ തന്നെ നന്ദനെ കൊണ്ടുപോയ ആ വാഹനത്തിനെ കുറിച്ചുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. ഇനി ആ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ കൂടി കണ്ടെത്താനായാൽ നന്ദൻ എവിടെയാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും സിദ്ധു പ്രഭാവതിയോട് പറയുന്നു. അതിനുശേഷം ഇസബെല്ലയ്ക്ക് ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതായത് അരുന്ധതിയെ തങ്ങൾക്ക് എതിരായി തീർത്ത് ദേവികയും ശാരികയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ നിന്നെ ദേവിക വിളിച്ചു വരുത്തി നീയും ശാരികയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത്? ശാരിക നിന്നോട് അടുപ്പം കാണിച്ചതുപോലും നമ്മുടെ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കെവിനെ. അതുകൊണ്ടാണ് അരുന്ധതി ഇപ്പോൾ ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാതെ നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും നമുക്ക് ശാരികയെ കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കണമെന്നെല്ലാം ഇസബെല്ല കെവിനോട് പറയുന്നു. പിന്നീട് ശാരിക കെവിനെ കാണാൻ പോയതാണ് എന്നെല്ലാം മാധവേട്ടൻ പറയുമ്പോൾ, അവളെന്തിനാ ഇപ്പോൾ കെവിനെ കാണാൻ പോയത്? ഇനിയിപ്പോൾ ശാരികയുടെ മേൽ ആ കെവിനോ ഇസബെല്ലയ്ക്കോ എന്തെങ്കിലും സംശയം വന്നു പോയാൽ എല്ലാം കുഴപ്പത്തിലാകുമെന്നെല്ലാം ദേവിക പറഞ്ഞിങ്ങനെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ദേവികയുടെ ആ ഒരു പേടി അസ്ഥാനത്താകുന്നില്ല. ശാരിക കെവിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്നെല്ലാം ശാരിക ചോദിക്കുമ്പോൾ, ഞാൻ നമ്മുടെ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചു എന്നും അപ്പോൾ അവർക്ക് ശാരികയെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. ശാരികയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നെല്ലാം കെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ശാരികയ്ക്കാണെങ്കിൽ അതിൽ വലിയൊരു അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല. കാരണം അവർ സത്യമൊന്നും ഒരിക്കലും അറിയാൻ കഴിയില്ല, അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് ശാരിക കരുതുന്നത്. അതുകൊണ്ട് തന്നെ കെവിനോടൊപ്പം ചെല്ലാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശാരിക. പിന്നീട് ഋഷിയുടെ അടുത്തെത്തുന്ന പ്രകാശ്, നിനക്ക് ചന്ദ്രോത്തുകാരോടുള്ള പ്രതികാരം തീർക്കാൻ ഏറ്റവും നല്ലത് ദേവിയേക്കും നന്ദനുമൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും വലയിൽ വീഴ്ത്തുന്നതാണ്. നിൻ്റെ ലീനയെ വകവരുത്തിയത് നന്ദൻ്റെ അമ്മ പ്രഭാവതിയല്ലേ? അപ്പോൾ നീ അതിന് തിരിച്ച് പ്രതികാരം ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ ഋഷിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ദേവികയുടെ അനിയത്തി ശാരികയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവൾ നിൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പൊളിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. പിന്നീട് കെവിൻ ശാരികയും കൂട്ടി ഇസബെല്ലയുടെ വീട്ടിലാണ് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് കെവിൻ്റെ ഒരു ട്രാപ്പാണെന്ന് തന്നെ ശാരികയ്ക്ക് മനസ്സിലാകുന്നു. തുടർന്ന് ഇസബെല്ല, അപ്പോൾ എന്താ കെവിനെ ഇവിടെ എന്ന് ശാരിക ചോദിക്കുമ്പോൾ, ഇസബെല്ല ശാരികയൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇസബെല്ലയെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ തന്ത്രപരമായിട്ട് ശാരികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഇസബെല്ല വരുന്നുണ്ട്. അപ്പോൾ ഇസബെല്ല വന്നിട്ട് കെവിൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടണം, അതുകൊണ്ടാണ് കെവിനോട് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് എന്നെല്ലാം ഇസബെല്ല പറയുന്നുണ്ട്. തുടർന്ന് ശാരിക
നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ കെവിൻ തന്നെ നിന്നെ കൊണ്ടു ചെന്നാക്കും എന്നെല്ലാം പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു ട്രാപ്പാണെന്നുള്ള ഒരു കാര്യം ശാരികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ശാരികയുടെ കൈ കടന്നു പിടിക്കുകയാണ് കേട്ടോ ഇസബെല്ല. പിന്നീട് ദേവികയാണെങ്കിൽ ശാരികയെ ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അപ്പോൾ വല്ലാതെ ആദ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ദേവികയ്ക്ക്. ഏതായാലും ശാരിക നല്ലൊരു ചുണക്കുട്ടി ആയതുകൊണ്ട് തന്നെ ഇസബെല്ലയുടെയും കെവിൻ്റെയും ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്